നഗരത്തിന് തീ പിടിച്ചപ്പോ വീണ വായിച്ച ഒരു ചക്രവർത്തിയെ കുറിച്ച് കേട്ടുണ്ട്. ഇവിടെ ഈ പ്രശ്നങ്ങളൊക്കെ നടക്കുമ്പോ അമ്മ മൊബൈലിൽ സിനിമയും കണ്ടോണ്ടിരിക്കുവാണോ? ഞാൻ സിനിമ കാണുമൊന്നും അല്ല. ദേ ബാങ്ക് അക്കൗണ്ട് ഒക്കെ ഒന്ന് വെരിഫൈ ചെയ്യുക. അല്ല, നിനക്കിത് എന്തു പറ്റി? ഇങ്ങനെ വാലിന് തീ പിടിച്ച കൊരങ്ങനെ പോലെ വിരലി പിടിച്ച് നടക്കുന്നേ? എനിക്കിവിടെ നിന്നിട്ട് ഭ്രാന്ത് പിടിക്കുവാ. നിന്റെ അച്ഛന് ലേശം ഭ്രാന്തുള്ളതായിട്ടേ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഒരുമാതിരി ഞാൻ കലിതുള്ളി നിൽക്കുമ്പോ തമാശക്കല്ലേ? എടാ, നീ കാര്യം പറയേ. കാര്യം വ്യക്തമായിട്ട് പറയാതെ നീറോ ചക്രവർത്തിയുടെ ഉപമയൊക്കെ പറഞ്ഞ എനിക്ക് മനസ്സിലാവോ? അമ്മേ, ആ കിളവിയെ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് കെട്ടുകെട്ടിക്കണം. ഏത് കിളവിയെ? ആ സൂര്യമംഗലം മഹാറാണിയെ. നല്ല കാര്യമായി. എടാ, അവരുടെ നേരെ ഒന്ന് വിരല് ചൂണ്ടാൻ പോലും നമുക്ക് പറ്റില്ല. വിരല് ചൂണ്ടുന്നവരെ അവര് ഭസ്മാക്കി കളയും. ഭസ്മാക്ക അവനെന്താ പരമശിവനോ? പരമശിവനൊന്നും അല്ല, അതിനും അപ്പുറത്താ. അമ്മ ചുമ്മാ തരി അമ്മേ. അമ്മ ഈ ബഡാരാജ്, യൂസഫ് അലി സക്കീർ ഭായ്, ഗുലാം അലി ആസാദ് എന്നിവരെ കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ടോ അമ്മേ? ഇവരൊക്കെ ആരാ? നിന്റെ അളിയന്മാരാണോ? ദിവ്യയുടെ ആങ്ങളമാരാ? അമ്മേതേ ഒരുമാതിരി. എടാ, അവരാരാന്ന് പറയടാ. ഇവരൊക്കെ മുംബൈയിലെ അധോലോകം ഭരിക്കുന്ന ഗുണ്ടകളാ. അല്ല, ഇവരെയൊക്കെ നീ എങ്ങനെ അറിയും? എന്റെ ഒരു ഫ്രണ്ട് അവരുടെ ഒരു പരിചയക്കാരനാ. ഞാനൊന്ന് പറഞ്ഞാ മതി, അവരവനെ മുംബൈ നിന്ന് ഇങ്ങോട്ട് ഇറക്കും. എടാ, ഈ വക ഗുണ്ടകളൊന്നും ബോംബെന്ന് ഇവിടെ വന്നാൽ അവരെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഏത് നേരവും എന്റെ ആലോചനയും ഇതൊക്കെ തന്നെയാ. എടാ, ഇവരാരാണെന്നേ നിനക്കറിയില്ല, അതെനിക്കേ അറിയൂ. വളരെ സ്ട്രോങ് ആണ് അവര്. ഗുണ്ടകളെ വെച്ചുള്ള ഓപ്പറേഷനൊക്കെ വളരെ റിസ്കാ. പിന്നെ നമ്മൾ എന്ത് ചെയ്യും അമ്മേ? അവരും ആ ഋതികയും കൂടി ഒന്നായത് നമ്മ കണ്ടില്ലേ? കണ്ടു. അവര് പാലും പഞ്ചാരയായിട്ടങ്ങ് ലയിച്ചു. അവര് വന്നിരിക്കുന്നത് വേറെ കുറെ ലക്ഷ്യങ്ങളുമായിട്ടാ. ആ ഋതികയും കിളവിയും തമ്മിൽ സംസാരിക്കുന്നതിന്റെ അറ്റവും മുറിയൊക്കെ ഞാൻ കേട്ടു. നീ കേട്ടതെന്താ?